കാസർഗോഡിന്റെ ആത്മീയ ഹൃദയം അറിയാമോ? കാസർഗോഡിന്റെ ആത്മീയ ചരിത്രം പറയുമ്പോൾ ഒഴിവാക്കാൻ പറ്റാത്ത ഒരു സ്ഥലമാണ് കുമ്പോൽ മക്കാം. അവിടേക്കാണ് ഞാൻ ഇന്ന് സിയാറത്തിന് പോകുന്നത്. ഇവിടത്തെ പള്ളി കാണാൻ നല്ല രസമുണ്ട്. ഇവിടത്തെ ഈ കുബ്ബ മദീന മുനവറയിലെ കുബ്ബയെ ഓർമ്മിപ്പിക്കും വിധമുള്ള അതേ ശൈലിയിലാണ് നിർമ്മാണം. ഇവിടത്തെ ഈ മക്കാം കാണാൻ തന്നെ ഒരു പ്രത്യേകതരം ഭംഗിയാണ്. പാപ്പങ്കോയ നഗർ ബദരിയ ജുമാ മസ്ജിദിന് സമീപം കേരളീയ ശില്പകല മാതൃകയിലാണ് ഇതിന്റെ നിർമ്മിതി. കുമ്പോൽ എന്നത് കേവലം ഒരു സ്ഥലനാമം എന്നതിലുപരി ആയിരങ്ങളുടെ ആശാകേന്ദ്രമാണ്. ഉത്തര കേരളത്തിലെയും ദക്ഷിണ കന്നഡയിലെയും മുസ്ലിം സമൂഹത്തിന്റെ നേതൃത്വം അലങ്കരിക്കുന്ന സാധാത്തുക്കളാൽ അനുഗ്രഹീതമായ ഈ പ്രദേശത്തേക്ക് നിരവധി ആളുകളാണ് ദിനേന ഒഴുകിയെത്തുന്നത്. പാവങ്ങളുടെ സ്വന്തം തങ്ങൾ എന്നർത്ഥം വരുന്ന പാപ്പങ്കോയ തങ്ങളും അവരുടെ പിന്മുറക്കാരുമാണ് കുമ്പോൽ സാദാത്യങ്ങൾ. കോഴിക്കോട് നാദാപുരത്ത് നിന്ന് കാസർഗോഡ് കുമ്പോളയിലെത്തിയതാണ് പാപ്പങ്കോയ തങ്ങൾ. മുഹമ്മദ് അൽ ഹൈദറോസ് എന്ന പാപ്പങ്കോയ തങ്ങൾക്ക് 6 പെൺമക്കളും 2 ആൺമക്കളുമാണ് ഉണ്ടായിരുന്നത്. അതിൽപ്പെട്ട ഒരു മകനാണ് മർഹൂം സയ്യിദ് ഫضൽ പൂക്കോയ തങ്ങൾ. ഇന്നിവിടെ ആത്മീയ സാംസ്കാരിക രംഗത്ത് നിറഞ്ഞു നിൽക്കുകയാണ് കുമ്പോൽ സാദാത്യങ്ങൾ. ഇത് പാപ്പങ്കോയ തങ്ങളുടെ മകനായ ഫضൽ പൂക്കോയ തങ്ങളുടെയും അവിടുത്തെ ഭാര്യ ഉമ്മു ഹലീമ ബീവിയുടെയും മക്കാമുകളാണ്. ഹിജ്റ 1325 കുമ്പോലിലായിരുന്നു ഫضൽ പൂക്കോയ തങ്ങളുടെ ജനനം. പിതാവായ പാപ്പങ്കോയ തങ്ങളുടെ വഫാത്തോടെ പിതാവിന്റെ രംഗങ്ങളിലെല്ലാം ഫضൽ പൂക്കോയ തങ്ങൾ പ്രശോഭിച്ചു തുടങ്ങി. ഫضൽ പൂക്കോയ തങ്ങളുടെ പാപ്പങ്കോയ ഹൌസ് ഇന്നും സന്ദർശക കേന്ദ്രമാണ്. പിതാവിന്റെ ആരാധനാ സ്ഥലമായിരുന്ന കുന്നിൻചെരുവിൽ സ്വന്തമായി വഖഫ് ചെയ്ത ഒരേക്കർ സ്ഥലത്ത് സ്വന്തം മേൽനോട്ടത്തിൽ ബദരിയ ജുമാ മസ്ജിദ് നിർമ്മിക്കുകയും ഉന്നതമായ ദർസ് സ്ഥാപിക്കുകയും ചെയ്തു. ഫضൽ പൂക്കോയ തങ്ങളുടെ ഭാര്യ കാസർഗോഡ് പട്ളയിലെ സയ്യിദ് ഹുസൈൻ ബഅലവി ആറ്റക്കോയ തങ്ങളുടെ പുത്രി ഉമ്മു ഹലീമ ബീവിയാണ്. സയ്യിദ് ഫضൽ പൂക്കോയ തങ്ങൾ ഉമ്മു ഹലീമ ബീവി ദമ്പതികൾക്ക് 5 ആണും 3 പെണ്ണുമായി 8 മക്കളാണ്. കെ എസ് ആറ്റക്കോയ തങ്ങൾ കുമ്പോൾ, കെ എസ് കുഞ്ഞിക്കോയ തങ്ങൾ, കെ എസ് അലി തങ്ങൾ, ഡോക്ടർ കെ എസ് സിറാജുദ്ദീൻ തങ്ങൾ, സയ്യിദ് ജാഫർ സാദിഖ് തങ്ങൾ തുടങ്ങിയവരാണ്. ഈ 5 മക്കളും ഇന്ന് കാസർഗോഡ് ഭാഗത്തുള്ള ആത്മീയ നേതൃത്വമാണ്. അള്ളാഹു ഇവർക്കെല്ലാം ദീർഘായുസും ആഫിയത്തും നൽകട്ടെ. 1973 ജനുവരി 31, ഹിജ്റ 1392, ദുൽഹിജ്ജ 27, 67 വയസ്സിലാണ് സയ്യിദ് പൂക്കോയ തങ്ങൾ വഫാത്താകുന്നത്. അവിടുത്തെ പ്രിയപ്പെട്ട പത്നി ഉമ്മു ഹലീമ ബീവി 2021 സെപ്റ്റംബർ 29, ഹിജ്റ വർഷം 1443 സഫർ 22 ബുധനാഴ്ചയാണ് വഫാത്തായത്. 95 വയസ്സായിരുന്നു. ബദരിയ ജുമാ മസ്ജിദിന്റെ ചാരത്ത് കുമ്പോൽ മക്കാം ഷരീഫിൽ ഇരുവരും അന്ത്യവിശ്രമം കൊള്ളുന്നു. അള്ളാഹു ഈ മഹാന്മാരുടെ കൂടെ നമുക്കും സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാൻ തൗഫീഖ് നൽകട്ടെ.